പ്രൊഡക്ഷൻ കൺട്രോളർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് യൂണിയനിലുള്ള ഒരു പ്രൊഡക്ഷൻ കൺട്രോളിനെ എടുക്കുക. ഇന്ത്യൻ കണ്ടക്സ്റ്റിലാണ് ഞാൻ ഇത് പറയുന്നത്. പ്രൊഫഷണൽ ടാക്സിൻ്റെ അണ്ടറിലാണ് ഞാൻ ഇത് പറയുന്നത്. അത് ഈ NRI പ്രൊഡ്യൂസേഴ്സ് വരുന്നവർക്ക് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. സം കോൺട്രാക്ട്സ് ആർ വെരി വെരി ഡീറ്റെയിൽഡ്. ഇപ്പം ഞങ്ങളുടെ കമ്പനിയുടെ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡീറ്റെയിൽഡ്. എന്തെങ്കിലും കാരണം വെച്ചാൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, സെറ്റിൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതായത് സ്റ്റോറി ആൻഡ് സ്ക്രിപ്റ്റിന് റീമേക്ക് റൈറ്റ്സിൽ ഒരു പെർസെൻറ്റേജ് കൊടുക്കാറുണ്ട്. അമ്മയുടെ മെമ്പർഷിപ്പ് അല്ലാത്ത നടീനടന്മാരെ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ കോൺട്രാക്റ്റിനകത്ത് ഒരു ക്ലോസ് ഉണ്ട്. ദർ ഇസ് നോ മോർ 12% GST ഇൻ മൂവി ഇൻഡസ്ട്രി. ബഡ്ജറ്റ് നോക്കിയിട്ട് ഡെഫിനറ്റ്ലി ബഡ്ജറ്റ് നോക്കിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി പ്രൊഡ്യൂസേഴ്സിനെ ഒരു മീറ്റിംഗിന് വിളിക്കാറുണ്ട്. പുറത്ത് പോയിട്ട് അവർ പറയും ഇൻഡസ്ട്രി മോശമാണ്, എന്നെ പറ്റിച്ചു എന്ന് പറയും. പക്ഷെങ്കിൽ യു ആർ ദ കൾപ്രിറ്റ്. അപ്പം പ്രൊഡ്യൂസർ അസോസിയേഷൻ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളെ ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ്. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. സോ താങ്ക് യു ഫോർ ലോട്ട് ഓഫ് കമൻസ്. ഒരുപാട് കമൻസ് ഒക്കെ നമുക്ക് വന്ന് കയറിയിട്ടുണ്ട്. മെയിൽസ് ഫുള്ളാണ്. ഇപ്പം മെയിൽസ് നമ്മൾ തന്നെ നോക്കി തീർക്കണമല്ലോ. സോ അവർ ടീം ഈസ് ട്രൈങ് ടു സോർട്ട് ഔട്ട് ദ മെയിൽസ്. ഒരുപാട് മെയിൽസ് ഉണ്ട്. എല്ലാത്തിനും എനിക്ക് ഉത്തരം തരാൻ പറ്റില്ല. മീൻസ് ഐ ട്രൈ ടു മാക്സിമൈസ്. അതായത് ഒരാൾ തന്നെ 4-5 മെയിലൊക്കെ അയച്ചിട്ടുണ്ട്. അത് അബദ്ധത്തിൽ അയച്ചാണോ അതോ അല്ലാതെ അയച്ചാണോ എന്ന് അറിയത്തില്ല. എനിവേ, ഞാൻ ഈ മെയിൽ അയക്കുന്നതിനെ കുറിച്ചൊരു എപ്പിസോഡ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനും സ്റ്റോറി ടെല്ലേഴ്സിനും ഡയറക്ടേഴ്സിനും ഒക്കെ ഞാനൊന്ന് കവർ ചെയ്ത് തരാം. ആർട്ടേഴ്സ് ആൻഡ് ആക്ട്രസസിനും കവർ ചെയ്ത് തരാം. ഡെബ്യൂക്കാർ ഒരുപാട് പേര് നമ്മളെ മറ്റേ മെയിൽ അയച്ചിട്ടുണ്ട്. താങ്ക് യു ഫോർ ദാറ്റ്. വിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ഇറ്റ്. ബട്ട് കമ്മിങ് ബാക്ക്, ഐ എം നോട്ട് ടോക്കിംഗ് ടു ദ പ്രൊഡ്യൂസേഴ്സ് ഓർ ദ കോ പ്രൊഡ്യൂസേഴ്സ്, വാട്ട് എവർ ഇറ്റ് ഈസ്. സോ ലെറ്റ്സ് കണ്ടിന്യൂ ഓൺ ദ റീക്യാപ്പ്. നമ്മൾ സ്റ്റോറിനെ കുറിച്ച് സംസാരിച്ചു, സ്ക്രിപ്റ്റിനെ കുറിച്ച് സംസാരിച്ചു, ഡയറക്ഷനെ കുറിച്ച് സംസാരിച്ചു, ഡയറക്ടറിനെ കുറിച്ച് സംസാരിച്ചു, കമ്പനി ഫോർമേഷനെ കുറിച്ച് സംസാരിച്ചു. നൗ ദ മോസ്റ്റ് കോമൺ കമ്പനി, നിങ്ങൾ കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞു. സോ യു ഹാവ് ഫോം ദ കമ്പനി, യു ഹാവ് ഫോം ദ ബാങ്ക് അക്കൗണ്ട്. ദ നെക്സ്റ്റ് മോസ്റ്റ് ക്രൂഷ്യൽ തിങ് ഇസ് ദാറ്റ് ദ അപ്പോയിൻമെന്റ് ഓഫ് പ്രൊഡക്ഷൻ കൺട്രോളർ. പ്രൊഡക്ഷൻ കൺട്രോളർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ പേഴ്സൺ ഹു ആക്ട്സ് ഓൺ ബിഹാഫ് ഓഫ് യു. അതായത് നിങ്ങൾക്ക് വേണ്ടി ആർട്ടിസ്റ്റിനടുത്തും ഹോട്ടൽസിനടുത്തും ടാക്സിയുടെ അടുത്തും അസോസിയേഷൻസിലും ഒക്കെ സംസാരിക്കാൻ നിങ്ങൾ ഏൽപ്പിക്കുന്ന ഒരാൾ. പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിന് ഫെഫ്ക അംഗീകരിച്ച കോൺട്രാക്റ്റ് ഉണ്ട്. ഫെഫ്ക ഓർ മാക്ടോ ഓവർ യു ടേക്കിംഗ് അംഗീകരിച്ച കോൺട്രാക്റ്റുകളുണ്ട്. അതനുസരിച്ചാണ് അവർ വർക്ക് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിന് ഒരു സാലറി സ്ട്രക്ചർ ഡിഫറൻഷ്യേറ്റ്സ് ഫോർ ദി നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് ഷൂട്ട്. 15 ദിവസത്തെ ഷൂട്ട്, 30 ഡേയ്സ് ഷൂട്ട്, 45 ഡേയ്സ്, 60 ഡേയ്സ്, 120 ഡേയ്സ് ഷൂട്ട് അനുസരിച്ചാണ് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിന്റെ സാലറി വേരി ചെയ്യുന്നത്. ദർ ഇസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഓൺ ദി തിങ്. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് യൂണിയനിലുള്ള ഒരു പ്രൊഡക്ഷൻ കൺട്രോളിനെ എടുക്കുക. മൈ റെക്കമെൻഡേഷൻ ആസ് ഫെഫ്ക ഇസ് വൺ ഓഫ് ദി ബിഗസ്റ്റ് യൂണിയൻ ഹിയർ. ഐ തിങ്ക് 90-95% ഫെഫ്ക മെമ്പേഴ്സ് ആണ്. മാക്ടോ ഉണ്ട്. യൂണിയനിലുള്ള ഒരു പ്രൊഡക്ഷൻ കൺട്രോളറിനെ എടുത്തു കഴിഞ്ഞാൽ ഹി നോസ് ദ ഇൻസ് ആൻഡ് ഔട്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. സോ പ്രൊഡക്ഷൻ കൺട്രോളറിനെ അപ്പോയിന്റ് ചെയ്യുക, കോൺട്രാക്ട് ഇടുക, അഡ്വാൻസ് ട്രാൻസ്ഫർ ചെയ്യുക. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ദാറ്റ് നമ്മൾ ഡയറക്ടറിനെ ചൂസ് ചെയ്തു, സ്റ്റോറി ടെല്ലേഴ്സിനെ ചൂസ് ചെയ്തു, സ്ക്രിപ്റ്റ് റൈറ്ററിനെ ദ സെയിം ഗൈ നമ്മൾ ചൂസ് ചെയ്തു. നൗ ഇസ് എ ഫണ്ട് ട്രാൻസ്ഫർ. ഈ ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ഡൂയിങ് എ ബാങ്ക് ട്രാൻസ്ഫർ. ഈ ബാങ്ക് ട്രാൻസ്ഫർ നിങ്ങൾ ഇത്രയും പേർക്ക് നിങ്ങൾ ചെയ്തു. നിങ്ങൾ നടനെ ചൂസ് ചെയ്തിട്ടില്ല ഇതുവരെ, ബിക്കോസ് ദാറ്റ് ഐ എം ഗെറ്റിംഗ് ടു ദാറ്റ്. ഇപ്പോൾ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് ദ TDS ഈസ് ഡിറ്റക്റ്റഡ്. അതായത് പല ആൾക്കാരും വിട്ടുപോകുന്ന സാധനമാണ്. തുടക്കത്തിൽ TDS ഡിറ്റക്ട് ചെയ്യലും എനി പേയ്മെൻറ്റ് അബൌവ് 30,000. ഇന്ത്യൻ കണ്ടക്സ്റ്റിലാണ് ഞാനിത് പറയുന്നത്. പ്രൊഫഷണൽ ടാക്സിൻ്റെ അണ്ടറിലാണ് ഞാനിത് പറയുന്നത്. എനി പേയ്മെൻറ്റ്സ്, എ പ്രൊഫഷണൽ പേയ്മെൻറ്റ് to an artist or a director or a technical crew, whoever it is, has to be deducted TDS. Normally a professional TDS comes at a 10%. സ്റ്റുഡിയോയ്ക്ക് വേറെ വെർഷനാണ്. അതായത് ഇഫ് ഇറ്റ് ഇസ് എ പ്രൊപ്രൈറ്റർഷിപ്പ് ഇറ്റ് ഇസ് 1%, ഇഫ് ഇറ്റ് ഇസ് എ പാർട്ണർഷിപ്പ് 2%. പലതരം കോൺട്രാക്ട് ഉണ്ട്. യു കെൻ ചെക്ക് വിത്ത് യുവർ CA ടു അണ്ടർസ്റ്റാൻഡ് എന്തൊക്കെ തരം TDS ഡിഡക്ഷൻസ് ആണ് ഉള്ളതെന്നാണ് വളരെ ക്ലിയർ കട്ട്. പക്ഷേ TDS ഡിഡക്റ്റ് ചെയ്യുകയും വേണം. നെക്സ്റ്റ് മന്ത്, അതായത് ഈ മാസം TDS ഡിഡക്റ്റ് ചെയ്യുവാണെങ്കിൽ
ആ ആ മാസം, അതായത് ഐ എം ടോക്കിംഗ് നെക്സ്റ്റ് മന്ത് 7-ാം തീയതിക്ക് മുമ്പ് ആ TDS ആ വ്യക്തിയുടെ പേരിൽ നമ്മൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കുകയും വേണം. ടു ടൈപ്സ് ഓഫ് TDS ഫയലിംഗ് ആസ് വെൽ. അത് ഈ NRI പ്രൊഡ്യൂസേഴ്സ് വരുന്നവർക്ക് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. 2 ടൈപ്സ് ഓഫ് ഫയലിംഗ് ഉണ്ട്. TDS ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യണമല്ലോ. TDS റിട്ടേൺസ് ഫയൽ ചെയ്യാൻ വേണ്ടി there is a monthly provision and there is a quarterly provision. I recommend that you go into a quarterly provision until and unless you have a lot of load. അതായത് നിങ്ങൾ മൾട്ടിപ്പിൾ മൂവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, in order to reduce the load of your finance and the CA guys, go for a monthly TDS return. Otherwise choose a quarterly TDS return. So TDS നിങ്ങൾ അടച്ചു, ഇവർക്കെല്ലാം പേയ്മെന്റ് കൊടുത്തു. പേയ്മെന്റ് കൊടുക്കുമ്പം ഡയറക്ടേഴ്സ് കോൺട്രാക്ട് ഇതുവരെ അസോസിയേഷൻ ഉണ്ടാക്കിയിട്ടില്ല. അതായത് ഫെഫ്ക യൂണിയൻ ഒരു ഡയറക്ടേഴ്സ് കോൺട്രാക്ട് ഡിഫറെൻറ്റ് കോൺട്രാക്ട്സ് ഉണ്ട്. ഒരു നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു റഫ് കോൺട്രാക്ട് തരും. സം കോൺട്രാക്ട്സ് ആർ വെരി വെരി ഡീറ്റെയിൽഡ്. ഇപ്പം ഞങ്ങളുടെ കമ്പനിയുടെ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡീറ്റെയിൽഡ് ബിക്കോസ് വി ഹാവ് സ്പെസിഫിക്സ് ഇൻ ഇറ്റ്. അതായത് വാട്ട് ഇഫ് സ്റ്റേജസ് ഉണ്ടല്ലോ, അതായത് പടം എന്തെങ്കിലും കാരണം വെച്ചാൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, സെറ്റിൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വാട്ട് വി വിൽ ഡു, ആ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് അതിനകത്ത് മെൻഷൻ ഉണ്ട്. കോഡ് ഓഫ് കണ്ടക്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഡയറക്ടേഴ്സ് കോൺട്രാക്ട് മെൻഷൻ ഉണ്ട്. സ്റ്റോറി ആൻഡ് സ്ക്രിപ്റ്റ് കോൺട്രാക്ട്, സ്റ്റോറി സെപ്പറേറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോറി ആൻഡ് സ്ക്രിപ്റ്റ് ഒരാളാണെങ്കിൽ അതിനൊരു കോൺട്രാക്ട് ഇടും. ദാറ്റ്സ് ഓൾസോ ഇറ്റ്സ് അവിടെ നിന്ന് നിങ്ങൾക്ക് കോൺട്രാക്ട് സെറ്റ് അല്ല, നമ്മുടെ കോൺട്രാക്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. യു ക്യാൻ ആസ്ക് അഡ്വക്കേറ്റ് ടു സെറ്റ് എ കോൺട്രാക്ട് ഫോർ യു. സ്റ്റോറി ആൻഡ് സ്ക്രിപ്റ്റിന്റെ കോൺട്രാക്ട് നോർമലി മെനി പ്രൊഡക്ഷൻ ഹൗസസ് ഡോണ്ട് ഡു ഇറ്റ്. ദർ ഇസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ. അതായത് സ്റ്റോറി ആൻഡ് സ്ക്രിപ്റ്റിന് റീമേക്ക് റൈറ്റ്സിൽ ഒരു പെർസെൻറ്റേജ് കൊടുക്കാറുണ്ട്. ചില പ്രൊഡക്ഷൻ ഹൗസ് കഴിഞ്ഞ് ചിലർ ചെയ്യത്തില്ല. ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ല. അസോസിയേഷൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, കൊടുക്കണ്ടെന്നും പറഞ്ഞിട്ടില്ല. ഇറ്റ്സ് ഓൾ അണ്ടർ യുവർ പീരീഡ്. ഇറ്റ്സ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരം കൊടുക്കണം. ഇവിടെ മലയാളം ഇൻഡസ്ട്രിയിൽ കൊടുക്കണം എന്നാരും പറയുന്നില്ല. ബട്ട് നോർമലി യു ക്യാൻ പേ ബിക്കോസ് ഇറ്റ്സ് എ ഹാർഡ്. കാരണം അവരുടെ സ്റ്റോറി സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു അറിയാമല്ലോ, ചിലപ്പോൾ വർഷങ്ങളെടുത്ത് ചെയ്യുന്നതായിരിക്കും. സോ സംടൈംസ് യു പേ എ പെർസെൻറ്റേജ് ടു ഇറ്റ്. അതായത് ആ സ്റ്റോറിയുടെ റീമേക്ക് വിറ്റാൽ ഇത്ര പെർസെൻറ്റേജ് ഞാൻ കൊടുത്തേക്കാം. നോർമലി പീപ്പിൾ പുട്ട് ഇറ്റ് അറ്റ് 10%. സ്റ്റോറി സ്ക്രിപ്റ്റ് റൈറ്റ്സിന് 10%, ഡയറക്ടറിന് ഒരു 10%, ബാക്കി 80% റിട്ടേൺ ബൈ ദ പ്രൊഡക്ഷൻ ഹൗസ്. ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ യു ആർ സ്പെൻഡിങ് ഓൾ ദ മണി. ഇറ്റ് ഈസ് ഫോർ ദം ടു ഗെറ്റ് എൻ ഇൻകം, അഡീഷണൽ ഇൻകം. ഇത് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഇറ്റ്സ് അപ് ടു യു ടു ഡു ഇറ്റ് ഓർ നോട്ട്. സോ നിങ്ങൾ ഡയറക്ടേഴ്സ് കോൺട്രാക്ട് ഇട്ടു, അത് നിങ്ങളുടെ തന്നെ കോൺട്രാക്ട് ആണ്. പ്രൊഡക്ഷൻ കൺട്രോൾ കോൺട്രാക്ട് ഇസ് ഓൾറെഡി വെറ്റഡ് ബൈ ഫെഫ്ക. ഫെഫ്കയുടെ ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റ് ഉണ്ട്. ഇപ്പോൾ ആർട്ടിസ്റ്റിന്, അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അമ്മ അസോസിയേഷനിലെ മെമ്പേഴ്സ് ഉള്ള ആർട്ടിസ്റ്റിന് അമ്മ അസോസിയേഷൻ കോൺട്രാക്ട് ഓൾറെഡി എല്ലാവരും ഡിസ്കസ് ചെയ്ത് കോൺട്രാക്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കോൺട്രാക്ടിന്റെ കോപ്പി നിങ്ങൾക്ക് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നിന്ന് കിട്ടും. പ്രൊഡ്യൂസർ അസോസിയേഷനിൽ കയറുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. സോ പ്രൊഡക്ഷൻ കൺട്രോൾ അപ്പോയിന്റ് ചെയ്യുമ്പം ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പ്രൊഡക്ഷൻ കൺട്രോൾ ടു മേക്ക് ഷുവർ ദ കോൺട്രാക്ട്സ് ആർ ഇൻ പ്ലേസ്. ആർക്ക് അഡ്വാൻസ് കൊടുത്താലും കോൺട്രാക്ട് എഴുതി മേടിക്കണം, ഇറസ്പെക്റ്റീവ് ഓഫ് ഹൂ ദാറ്റ് പേഴ്സൺ ഇസ്. ഏറ്റവും താഴെക്കിടയിൽ ഇപ്പം അസോസിയേറ്റ് ഡയറക്ടറിന് കോൺട്രാക്ട് ഇടണമെന്ന് ഞാൻ പറയത്തില്ല, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് ഇടണമെന്ന് ഞാൻ പറയത്തില്ല. ദാറ്റ്സ് നോട്ട്. ബട്ട് മെയിൻ ഗൈസ് കോൺട്രാക്ട് ഷുഡ് ബി ദെയർ. അതായത് അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ്, യൂണിയൻ അംഗീകരിച്ച വർക്കിംഗ് കണ്ടീഷൻസ്, ബാക്കി പേയ്മെന്റ് ടേംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് കോൺട്രാക്ട് ഇടണം. നാളെ നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ഉണ്ടായി കഴിയുമ്പോൾ കോൺട്രാക്ട് ഇല്ലെങ്കിൽ യു കനോട്ട് കംപ്ലൈൻറ്റ് ടു ദ പ്രൊഡ്യൂസർ അസോസിയേഷൻ. അമ്മ സംഘടന അങ്ങനെയുള്ള പരാതികൾ എടുക്കുകയില്ല. പിന്നെ അമ്മയുടെ മെമ്പർഷിപ്പ് അല്ലാത്ത നടീനടന്മാരെ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ കോൺട്രാക്റ്റിനകത്ത് ഒരു ക്ലോസ് ഉണ്ട്. അതായത് അമ്മ അസോസിയേഷനിൽ പരാതിപ്പെടാമെന്ന് പറയുന്നത്, ആ ക്ലോസ് നിങ്ങൾ റിമൂവ് ചെയ്താൽ മതി. ഇറ്റ് ബിക്കംസ് എ സ്റ്റാൻഡേർഡ് കോൺട്രാക്ട്. അതാണ് ഈസി വേ ഔട്ട്. ഓക്കെ, സോ ഈ കോൺട്രാക്ട്സ് നമ്മൾ സെറ്റ് ചെയ്ത് തുടങ്ങി. ദെൻ ദ ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് യു ഹാവ് ടു രജിസ്റ്റർ ദി നെയിം ഇൻ, അതായത് പ്രൊഡ്യൂസറായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം, നെയിം രജിസ്റ്റർ ചെയ്യണം. സോ നോർമലി വാട്ട് യു ഡു, നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അത് മേടിക്കുക. ഐ തിങ്ക് ഇറ്റ്സ് 30 rupees or 100 rupees സംതിങ്. അത് കൊടുക്കുക, മേടിച്ചിട്ടൊരു പ്രൊഡ്യൂസർ രജിസ്ട്രേഷൻ, പ്രൊഡ്യൂസർ അസോസിയേഷൻ, കേരള ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ KFPA രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഇടുക. ഈ ആപ്ലിക്കേഷൻ ഒരു കോപ്പിയുമായിട്ട് അതിൻ്റെ സപ്പോർട്ടിങ്സുമായിട്ട് നമ്മൾ ചേംബറിൽ പോകുന്നു, കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ്. ഇവിടെ നമ്മൾ പോയിട്ട് അവിടെ ഇതുപോലെ ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ അതിനൊരു ഫീസ് ഉണ്ട് വിത്ത് GST പ്ലസ് ആപ്ലിക്കേഷന് GST ഇല്ലെന്ന് തോന്നുന്നു. ബട്ട് പ്ലസ് അവിടെ അടയ്ക്കേണ്ട ഒരു തുകയുണ്ട്, ഒരു 1000 rupees. അതായത് നെയിം രജിസ്ട്രേഷൻ ഇപ്പം ചാർജ് ചെയ്യുന്നത് ഐ ബിലീവ് ഇറ്റ്സ് 1000 rupees പ്ലസ് GST. GST കംസ് അറ്റ് 18%.
ജി എസ് ടിയുടെ പ്രത്യേകത ഒരു കാര്യം പ്രത്യേകം ജി എസ് ടിനെ കുറിച്ച് ഞാൻ കവർ ചെയ്തിരുന്നു. ബട്ട് ഐ എം ടെല്ലിങ് യു ദർ ഇസ് നോ മോർ 12% ജി എസ് ടി ഇൻ മൂവി ഇൻഡസ്ട്രി. ഓൾ ജി എസ് ടീസ് ഹാവ് ബീൻ റെഗുലേറ്റഡ് ടു 18%. അതായത് ആർട്ടിസ്റ്റിന് കൊടുക്കുന്നതോ എവിടെ കൊടുത്താലും ദി എൻറ്റയർ സിനിമ ഇൻഡസ്ട്രി റൺസ് ഓൺ 18% ജി എസ് ടി. സോ ഇത് നിങ്ങൾ മറക്കാതെ നിങ്ങൾ ജി എസ് ടി റേറ്റിൽ വേണം ചെയ്യാൻ വേണ്ടി. ബിക്കോസ് നാളെ ഒരു ഡിസ്പ്യൂട്ട് എത്തി നിങ്ങൾ 12% ചാർജ് ചെയ്താൽ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് 6% കൊടുക്കേണ്ട സാഹചര്യം വരും. അത് നിങ്ങൾക്ക് ഒഴിവാക്കാം. സോ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിൽ നമ്മൾ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നു. സോ ടൈറ്റിലിനെ കുറിച്ച് ഉള്ള ഡീറ്റെയിൽഡ് കാര്യം ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാം. സോ ഇവിടെ എനിക്ക് പറയാൻ ഞാനൊരു റീക്യാപ്പ് ചെയ്ത് പറയുന്നു. നമ്മൾ രജിസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞു, അസോസിയേഷൻ രജിസ്ട്രേഷൻ. ഈ അസോസിയേഷൻ രജിസ്ട്രേഷനിൽ ഒരു കാര്യങ്ങളുണ്ട്. ദേ വിൽ കോൾ യു ഫോർ എ ഇൻ്റർവ്യൂ. അതായത് പുതിയ പ്രൊഡ്യൂസർ ആകുമ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങളെ വിളിച്ച് അവിടെ ഇരുത്തി നിങ്ങളുടെ അടുത്ത് കഥ പറയും. എന്തിന് അപ്പോൾ ഈ നമ്മളിത് ചെയ്യുന്ന സാധാരണ രീതിയിൽ നമ്മൾ ചേംബറിലൊക്കെ കൊടുക്കുമ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ, എഡിറ്റർ, DOP, ഡയറക്ടർ, ആർട്ടിസ്റ്റ്, മെയിൻ ആർട്ടിസ്റ്റിൻ്റെ 1-2 നടന്മാരുടെ കോൺട്രാക്റ്റാണ് സപ്പോർട്ടിങ്സ് ആയിട്ട് കൊടുക്കുന്നത്. ഇൻക്ലൂഡിങ് ദ ബഡ്ജറ്റ് ഓഫ് ദ മൂവി നമ്മൾ കൊടുക്കണം. സോ ബഡ്ജറ്റ് നോക്കിയിട്ട് ഡെഫിനറ്റ്ലി നോക്കിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി പ്രൊഡ്യൂസേഴ്സിനെ ഒരു മീറ്റിങ്ങിന് വിളിക്കാറുണ്ട്. അതായത് ഇൻഡസ്ട്രീനെ കുറിച്ച് പൊതുവെ സംസാരിക്കാനും നിങ്ങളെല്ലാം അറിഞ്ഞിട്ടാണോ ഈ ഇൻഡസ്ട്രിയിലേക്ക് എടുത്ത് കാലുകുത്തിയെന്ന് എന്നറിയാൻ വേണ്ടിയുള്ള ഒരു സ്കോപ്പിലാണ് വിളിക്കുന്നത്. പക്ഷേ എങ്കിൽ അവിടെ വെച്ച് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പ്രൊഡ്യൂസേഴ്സ് ഓൾറെഡി പ്രീകൺസീവ്ഡ് നോഷനായിട്ടാണ് വരുന്നത്. അതായത് പ്രൊഡ്യൂസറിൻ്റെ പുതിയ പ്രൊഡ്യൂസേഴ്സിൻ്റെ ചിന്താഗതി, നിങ്ങൾ പടമൊക്കെ എടുത്ത് കാശുണ്ടാക്കിയില്ലേ, ഞാൻ പടം എടുത്ത് എൻ്റെ പടം പൊട്ടിയാലും എനിക്ക് എന്താ എന്ന് ചോദിക്കുന്ന പുതിയ പ്രൊഡ്യൂസേഴ്സ് വരെയുണ്ട്. അസോസിയേഷൻ അടുത്തും ചേംബറിൻ്റെ അടുത്തും. അതായത് എൻ്റെ പൈസ പോയാൽ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കുന്ന പുത്തൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ളവരുടെ പൈസ പോവുക തന്നെയാണ് ചെയ്യുന്നത്. പുറത്ത് പോയിട്ട് അവർ പറയും ഇൻഡസ്ട്രി മോശമാണ്, എന്നെ പറ്റിച്ചു എന്ന് പറയും. പക്ഷേ യു ആർ ദ കൾപ്രിറ്റ്. യു സ്റ്റുഡ് ദെയർ ടു ബിക്കം എ ഫുൾ. അതാ വേറെ അവരെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ലല്ലോ. ദേ ആർ ഡൂയിങ് ദെയർ ജോബ്. നിങ്ങളെ ഉപദേശിക്കുന്നു, ഇത്രയും പൈസ ഇതിനെ പുതുമുഖങ്ങളെ വെച്ചിട്ട് ഇത്രയും 4 കോടിക്ക് പടം എടുക്കണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയില്ല എനിക്കത് എടുക്കണം, എനിക്ക് വേണ്ടപ്പെട്ട ആൾ എഴുതിയാണ്, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഡയറക്ടറാണ്, കഥയൊക്കെ പറയുന്നു. അപ്പം ടൈറ്റിൽ നിങ്ങൾക്ക് എന്തായാലും രജിസ്റ്റർ ചെയ്തിട്ടും ടൈറ്റിൽ കാലാവധി 1 വർഷമാണ്. 1 വർഷം കഴിയുമ്പോൾ ഈ ടൈറ്റിൽ അതായത് നിങ്ങൾ റിന്യൂ ചെയ്യണം. ഇൻ കേസ് മൂവി കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ടൈറ്റിൽ റിന്യൂ ചെയ്യണം. അത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണം. ടൈറ്റിൽ രജിസ്റ്റർ ചെയ്യാതെ നിങ്ങൾ പടം ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ദർ ഇസ് എ ഫൈൻ ടു ഇറ്റ്. അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇറ്റ് വാസ് സംതിങ് അറൌണ്ട് 10,000 rupees, ബട്ട് ദാറ്റ് മൈറ്റ് ഹാവ് ഇൻക്രീസ്ഡ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പ്രൊഡ്യൂസർ അസോസിയേഷൻ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളെ ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ്. നോർമലി എന്താണ് മൂവി ഇൻഡസ്ട്രി, എന്താണ് ഇങ്ങനെയുള്ള എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളത്. അപ്പം സോ ഒഫീഷ്യലി യു ബിക്കെയിം പാർട്ട് ഓഫ് ദി കേരള ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ ആൻഡ് കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ്. അതിന് നല്ല ഒരു ചിലവുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് ദർ ഇസ് എ ലോട്ട് ഓഫ് യു ഹാവ് ടു പേ മെമ്പർഷിപ്പ് ഫീസ്. മെമ്പർഷിപ്പ് ഫീ കുറവാണ്, ബട്ട് ആൾട്ടർനേറ്റ് അതർ തിങ്സ് ആർ ദർ. ഐ ബിലീവ് ബിൽഡിംഗ് ഫണ്ടോ അങ്ങനെയൊക്കെ കുറച്ച് പേയ്മെൻറ്റ്സ് ഉണ്ട്. കുറേ ഹെഡ്സിലുള്ള പേയ്മെൻറ്റ്സ് നിങ്ങൾ പേ ചെയ്യണം. പേ ചെയ്യുമ്പോൾ ഒഫീഷ്യലി യു ബിക്കം ദ മെമ്പർ ഓഫ് ദർ. യു ആർ അലൗഡ് മറ്റേ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിലും കാര്യങ്ങളൊക്കെ നിങ്ങളെ വിളിക്കും, അറ്റൻഡ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. സോ നെക്സ്റ്റ് എപ്പിസോഡ് ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദ ടൈറ്റിൽ. വാട്ട് ഈസ് എ ടൈറ്റിൽ, വൈ ടൈറ്റിൽ, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊരു ജനറൽ ഫീഡ്ബാക്ക്. ഐ വോണ്ട് ടു ഗിവ് എ ജനറൽ ഫീഡ്ബാക്ക്. Anyway, thank you very much guys for listening to this episode. We will again meet in the next episode and I will be talking about the title. Don't forget to subscribe, like and share. Okay, thank you very much.